ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റ് ഉണ്ടായിരുന്ന BJP കൂപ്പുകുത്തി 33 എത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ RSS ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ BJP രാഷ്ട്രീയത്തിൽ ഇടപെടുകയും വിവിധ തലങ്ങളിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ ഇന്നലെ BJPയുടെ JP നദ്ദ ഉൾപ്പെടെ പങ്കെടുത്ത BJPയുടെ ഒരു യോഗം ലക്നൗ റാം മനോഹർ ലോഹ്യ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുകയുണ്ടായി. ഇതിൽ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതൽ മുകളിലേക്കുള്ള എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞത് അമിതമായ ആത്മവിശ്വാസമാണ് പരാജയത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ ജാതിയുടെ പേരിൽ പ്രതിപക്ഷം കുത്തിത്തിരിപ്പുണ്ടാക്കിയിരുന്നു. അതുകൂടാതെ തന്നെ നമ്മളുടെ ഇടയിൽ, അതായത് നമ്മുടെ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ എളുപ്പത്തിൽ വീഴ്ത്താൻ കഴിയുമെന്ന് വിദേശ ശക്തികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ വിജയിച്ച് കയറിയിട്ടുമുണ്ട്. ഏതായാലും ഗുണ്ടകളെ മാഫിയകളെ അടിച്ചൊതുക്കി ഈ UP-യിൽ ഇപ്പോൾ മുൻപോട്ട് നയിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയൊരു വമ്പൻ തിരിച്ചുവരവ് സാധ്യമാവുകയും തന്നെ ചെയ്യും. ഇതിനു മുൻപ് വലിയ പരാജയങ്ങൾ നമ്മുടെ പാർട്ടി നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചുവരവ് നമ്മൾ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാമെന്നൊരു സന്ദേശം യോഗി ആദിത്യനാഥ് നൽകുമ്പോൾ അത് വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഈ രീതിയിൽ ഇനി പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അതിലെ അസ്വാരസ്യങ്ങൾ മാറ്റുക, ഒപ്പം തന്നെ ഒറ്റക്കെട്ടായി ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചതുപോലെ ഒറ്റക്കെട്ടായി സംഘപരിവാറിൻ്റെ എല്ലാവിധ മിഷണറികളും ഉപയോഗിച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോവുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്നാണ് അറിയാനും കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.